അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൂർ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തായേക്കുവാണ്. ലൈവിൽ ഇപ്പോൾ ആ സംഭവം സംഭവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ വിഷമത്തോടെയാണ് ഈ വാർത്ത അറിയുന്നത് കേട്ടോ. സത്യത്തിൽ മിഡ് വീക്ക് എവിക്ഷനിൽ നല്ല രീതിയിലുള്ള കള്ളത്തരം ബിഗ് ബോസിന് വേണമെങ്കിൽ ചെയ്യാം. ഈ ഒരു എവിക്ഷൻ, ഈ നൂറയുടെ എവിക്ഷൻ സത്യത്തിൽ ഇതൊരു വോട്ടിംഗ് അടിസ്ഥാനത്തിൽ അല്ലാണ്ട് കൂടി ബിഗ് ബോസിന് ഒരു നല്ലൊരു മത്സരാർത്ഥിനെ വേണമെങ്കിൽ കൂടി ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താക്കാനുള്ള ഒരു ചാൻസ് ആണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബിഗ് ബോസ് ഫെയർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഈ നൂറ ഈ ആഴ്ച പുറത്തു പോകാനുള്ള അല്ലെങ്കിൽ ഈ ഒരു മിഡ് വീക്സിൽ പുറത്തു പോകാനുള്ള പ്രധാന കാരണം ഇതാണ്. അതായത് നൂറയുണ്ടായിരുന്നു, ആദിലയുണ്ടായിരുന്നു ഈ ഒരു ടിക്കറ്റ് ഫിനാലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ട് രണ്ട് ഭാഗത്തായിട്ട് സ്പ്ലിറ്റായി പോകുന്നുണ്ടായിരുന്നു. ഇത് ഒരാൾക്ക് മാത്രം ഈ ഒരു വോട്ട് കിട്ടുകയെന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നൂറയും ടോപ്പ് 5 കയറിയേനെ. പക്ഷേ ഇത് സ്പ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ചിലപ്പോൾ ഒരു പ്ലാൻ ആയിരിക്കാം ഇവരെ രണ്ടുപേരെയും ഈ ഒരു ഫിനാലിലേക്ക് എത്തിക്കുക, എന്നിട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടുപേരെയും കൂടെ പുറത്താക്കുക. ഇതൊരു വലിയൊരു വിവാദമായി മാറാൻ വേണ്ടി ബിഗ് ബോസ് ചെയ്തതായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തൂടെ. അപ്പോൾ അങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ആക്കുകയും ആദ്യം ആദില പോയി തൊട്ടുപിറകെ തന്നെ നൂറയെ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിക്കുവാണ്. നൂറ ഒരു നല്ലൊരു മത്സരാർത്ഥിയാണ്. നൂറയുടെ പ്രതികരണം ഇങ്ങനെയാണ്. അതായത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എത്ര പേരുണ്ടായിരുന്നു അത്രയും പേര് മുമ്പിൽ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ച് ടിക്കറ്റ് ഫിനാലെ നേടിയിട്ടും എനിക്ക് ഒരു ആനുകൂല്യം കിട്ടിയില്ല. ആകെ ഈ ഒരു ഫിനാലെ വീക്കിലേക്കുള്ള ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചത്. എല്ലാ സീസണിലും ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുമ്പോൾ ടോപ്പ് 5 എത്തുക എന്നതാണ്. പക്ഷെ ഈ ഒരു ആഴ്ചയിലേക്ക് വരാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചത് എന്ന് ചോദിച്ചാണ് നമ്മുടെ നൂറ പ്രതികരിക്കുന്നത്. നല്ല രീതിയിലുള്ള വിഷമം നൂറയ്ക്കുണ്ട്. എന്തായാലും ബിഗ് ബോസ് അത് എന്തുദ്ദേശിച്ചിട്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ കളിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും പ്രേക്ഷകർ പല ആൾക്കാരും ഇതിനെ തുടർന്ന് രംഗത്തെത്തുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് വളരെ മോശമായി, ഇങ്ങനെ ചെയ്യാൻ പാടത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. സത്യം നൂറ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇത്രയും അധ്വാനിച്ച് ഒരുപാട് ഫിസിക്കലി എൻഡ്യൂറൻസ് ടാസ്ക് ഒക്കെ ചെയ്ത് ജയിച്ചിട്ട് വെറും ഒരു ഫിനാലെ ആഴ്ചയിലേക്ക് കയറാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആദിലെ നോക്കുകയാണെങ്കിൽ ആദില അത് കളിച്ച് ജയിക്കാണ്ട് കൂടി സിമ്പിളായിട്ട് കയറിയില്ലേ. എന്നിട്ട് പിറ്റേ ദിവസം ഇറങ്ങിപ്പോയി പുള്ളിക്കാരി പിന്നെ ഇറങ്ങി പോന്നു. വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ഒന്നും പറയാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസിന് ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ടോപ്പ് 5 നിൽക്കുന്ന 5 മത്സരാർത്ഥികൾ അക്ബർ, അനീഷ്, ഷാനവാസ്, അനുമോൾ, അതുപോലെ തന്നെ നെവിനാണ്. എന്നാലും ഇവർ 5 പേരുമായിരിക്കും ടോപ്പ് 5 പോകുന്നത്. അങ്ങനെ എവിക്ഷൻ ഇതാ ലൈവിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൂറ പുറത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. പിന്നെ നിങ്ങൾ പറയുക ഇത് അൺഫെയർ എവിക്ഷൻ ആണോ ഫെയർ എവിക്ഷൻ ആണോ എന്ന്.